ഭീകരരെ ലക്ഷ്യം വെച്ച് 20-ലധികം കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ NIA-യുടെ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. ഇത് ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും ഇൻഫോർമേഷൻ നൽകാതെയുള്ള വളരെ രഹസ്യ സ്വഭാവത്തിലുള്ളൊരു റെയ്ഡായിരുന്നു. എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം? ഈ കഴിഞ്ഞ ദിവസം രാജ്യത്താകമാനം ദേശീയ സുരക്ഷാ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA റെയ്ഡ് നടത്തിയിരുന്നു. നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ വായിച്ചു, തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ പ്രച്ഛന്നരായി താമസിച്ചിരുന്ന 6 ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ട്. ഇവർക്ക് വ്യാജ ആധാർ കാർഡും എല്ലാ രേഖകളും ഒക്കെ സഹിതമാണ് അവർ ഇന്ത്യയിൽ ഒളിച്ചു താമസിച്ചിരുന്നത്. ഇവരൊക്കെ തന്നെ ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്യബയുടെ അംഗങ്ങളാണ്. അതായത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തയ്യബയുടെയും ആസ്ഥാനങ്ങൾ ഇന്ത്യ തകർത്തത് അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവർ ഇന്ത്യയിൽ മുഴുവൻ പദ്ധതി ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഭീകരാക്രമണം നടത്താനിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഈ കേരളത്തിൽ ഇപ്പം ഗൗതം പറഞ്ഞതുപോലെ 20 ചില കേന്ദ്രങ്ങളിൽ നിന്ന് എന്നോട് പറഞ്ഞ് 25 26 കേന്ദ്രങ്ങളിൽ ഇന്നലെ റെയ്ഡ് നടന്നു എന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വന്നില്ല. ലോക്കൽ പോലീസിനെ അറിയിക്കാതാണ് ഈ റെയ്ഡ് നടത്തിയത് എന്നുമുള്ള സൂചനകളുണ്ട്. തെക്കൻ കേരളത്തിലും ഉൾപ്പെടെ ചെറുനഗരങ്ങളായ ഇപ്പോൾ കായംകുളം പോലുള്ള ചെറുനഗരങ്ങളിൽ പോലും റെയ്ഡ് നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വളരെ രഹസ്യമായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആയിരിക്കണം. അതിൽ നിന്നും വളരെ നിർണായകമായ തെളിവുകൾ NIA-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. ഈ ബംഗ്ലാദേശികൾ ഒളിച്ചു താമസിക്കുന്ന ഒരു സുരക്ഷിത ഇടമാണ് കേരളം എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള, അതായത് പോലീസ് നടത്തിയ അറസ്റ്റുകളിലൂടെ ഒക്കെ തന്നെ അതിൻ്റെ തെളിവുണ്ടായിട്ടുണ്ട്. ഈ എറണാകുളം നഗരത്തിലെ ധാക്കയിൽ നിന്നും ഇവിടെ എത്തി പിടിച്ചുപറിയും ഒക്കെ നടത്തിയതിന് ശേഷം, ഓരോ തവണയും പിടിച്ചുപറി നടത്തിയതിന് ശേഷം രക്ഷപ്പെട്ടു പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സംഘം ഉണ്ടെന്ന് ഒരു 2-3 കൊല്ലം മുമ്പ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ വാർത്ത വന്നിരുന്നു. അവര് പകൽ സമയത്ത് ആക്രി പെറുക്കാനായിട്ട് എറണാകുളം നഗരത്തിലാകെ കറങ്ങി നടക്കുകയും പിന്നീട് വിധ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുകയും ആവശ്യമായ നമ്മുടെ കീ ഇൻസ്റ്റലേഷൻസിനെ കുറിച്ച്, അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് പാകിസ്ഥാന് കൈമാറുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഇതിൽ ബംഗാളികൾ എന്ന വ്യാജേന ധാരാളം ബംഗ്ലാദേശികൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അത് ഒരു കൈപ്പേറിയ സത്യമാണ്. അത് നമ്മൾക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ അതിന് ഒരു പ്രയോഗമുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് എലഫന്റ് ഇൻ ദ റൂം എന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് നമുക്ക് പറയാനൊട്ട് ധൈര്യവുമില്ല. ഏതാണ്ട് അരമന രഹസ്യം ആണ്, പക്ഷെ അത് അങ്ങാടി പാട്ടുമാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. പെരുമ്പാവൂർ എന്ന ആലുവ തൊട്ട് പെരുമ്പാവൂർ വരെ നീണ്ടു കിടക്കുന്ന ബംഗാളി ലോകം, അവിടെ ഒരു ബംഗ്ലാദേശിക്ക് ഒളിച്ചു താമസിക്കുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഇന്നലെ നടന്ന റെയ്ഡ് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ റെയ്ഡ് നടന്നു എന്നുള്ളത് NIA-യുമായിട്ട് അടുപ്പമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ വിവരം കിട്ടിയത്. അപ്പോൾ അവർ പറയുന്നത് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു സീസൺ. ആ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ആകെ വർഗീയ കലാപം അഴിച്ചുവിടാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം എന്ന് നമുക്ക് വിലയിരുത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് കേരളത്തിൽ കലാപങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമമായിരിക്കണം ഒരുപക്ഷെ ഇന്നലെ NIA തടഞ്ഞത്. എന്തായാലും ശരി, ഇന്നലത്തെ റെയ്ഡ് രാജ്യവ്യാപകമായ റെയ്ഡിൻ്റെയും കൂടെ ഭാഗമാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് രാജ്യത്ത് എല്ലായിടവും ഇവരുടെ
കഴുകൻ കണ്ണുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പടിവാതിൽക്കലും തീവ്രവാദത്തിന്റെ ഭീഷണിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാം. അതല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ചെയ്യുന്നവരെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നവരെന്ന് പറഞ്ഞ് അവരെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ വസ്തുതകൾ അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡിന് നേരെ പലപ്പോഴും ആക്രമണ പദ്ധതികൾ ഇവർക്ക് നടത്തിയിട്ടുണ്ട്. ഒരു കൊല്ലത്തിന് മുമ്പാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ അഫ്ഗാനിയാണെന്ന് ഉള്ള വിവരം കിട്ടി. അയാൾ അഫ്ഗാനിസ്ഥാനി ആണെങ്കിലും അയാളുടെ മാതാവ് ബംഗ്ലാദേശിയാണ്. അപ്പോൾ ഇയാൾ ആസാം വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്, ഇവിടെ കൊച്ചിയിലെത്തിയത്. മാസങ്ങളോളം അയാൾ ഷിപ്പ്യാർഡിൽ തന്ത്രപ്രധാനമായ പദ്ധതികൾ അയാൾ പണിയെടുത്തിരുന്നു. അതുപോലെ തന്നെ 2 കൊല്ലം മുമ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ഹാർഡ്വെയർ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. അതായത് ഒരുപാട് നാവികസേനയുടെ ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എങ്ങനെയോ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. അത് പിന്നീട് പിടിക്കപ്പെട്ടു. അപ്പൊ ഇതൊക്കെ വെറും ഗൂഢാലോചന സിദ്ധാന്തം എന്ന് നമ്മൾ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരം തന്നെ എടുക്കാം. കേരളത്തിലെ കൊച്ചി കാക്കനാട് ജയിലിൽ കിടക്കുന്ന വിദേശികളുടെ അവരുടെ നാഷണാലിറ്റി നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം കൊളംബിയ, അല്ലെങ്കിൽ നിക്കാരഗ്വ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ ഫിലിപ്പൈൻസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇങ്ങനെയുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാര് നമ്മുടെ ജയിലുകളിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഭൂപടത്തിലും അതുപോലെ തീവ്രവാദ ഭൂപടത്തിലും കേരളം ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തോക്കിന്റെ ഉപയോഗം കേരളത്തിലുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഹരിപ്പാടിനടുത്ത് ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഒരാൾ തോക്കെടുത്തു. ആ തോക്ക് കളിത്തോക്കാണോ എന്നൊന്നും അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നത്, അത്തരം സംഭവങ്ങൾ തോക്ക് പോലും വ്യാപകമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് സുരക്ഷാ വീഴ്ചകൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അനധികൃത ആയുധ വ്യാപാരം വളരെ സാധാരണ. എനിക്ക് തോന്നുന്നു ഗൗതമിന് ഓർമ്മയുണ്ടോ, കണ്ണൂര് എവിടെയുള്ള ഒരു പയ്യനെ ബീഹാറിൽ പോയിട്ട് ഒരു തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ തോക്കുമായിട്ട് പിടിച്ചത് 2 കൊല്ലം മുമ്പോ എന്തോ ആണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? അതെ അതെ. അപ്പൊ ഇത് എങ്ങനെ ഒരാൾ അവിടെ പോയിട്ട് തോക്ക് വാങ്ങിക്കുന്നു? തോക്ക് വാങ്ങിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ചില പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് ഉണ്ടാകണം. നിങ്ങൾക്ക് അവരുമായിട്ട് ലിങ്കുകൾ ഉണ്ടാകും. ഈ ലിങ്കുകൾ ആണ് പലപ്പോഴും ഈ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരായി അവരാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ എല്ലായിടവും മയക്കുമരുന്നും തീവ്രവാദവും ഒരുമിച്ചാണ് പോകുന്നത്. ഇതാണ് ഇതിനകത്തിലെ ഒരു പ്രത്യേകത. കാരണം മയക്കുമരുന്ന് വ്യാപാരം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് തീവ്രവാദികളുടെ പിന്തുണ വേണം. തീവ്രവാദികളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു തരത്തിലും നിങ്ങൾക്ക് മയക്കുമരുന്ന്, കാരണം മയക്കുമരുന്ന് വരുന്നത് മുഖ്യമായിട്ടും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്. ഇതിന് പല രീതിയിൽ സംരക്ഷണം വേണം. ഈ മയക്കുമരുന്ന് മാഫിയ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. അവർക്ക് മത തീവ്രവാദ സംഘടനകളുമായിട്ടും അത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടും അതുപോലെ തന്നെ അവർക്ക് ഈ കുഴൽപ്പണ ലോബിയുമായിട്ടും ബന്ധമുണ്ട്. മയക്കുമരുന്ന് ഇടപാടിന്റെ പണം ബാങ്ക് വഴി നടത്താൻ പറ്റില്ലല്ലോ. ആ ഇടപാട് നടത്തണമെങ്കിൽ കുഴൽപ്പണ ഇടപാട് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് മൂന്നും കൂടി അടങ്ങുന്ന ഒരു വിഷ്യസ് സർക്കിളുണ്ട്. അതായത് അതിനൊപ്പമാണ് കറപ്റ്റായിട്ടുള്ള രാഷ്ട്രീയക്കാരും പോലീസ് മറ്റു ഉദ്യോഗസ്ഥന്മാരും. പോലീസ് മാത്രമല്ല, അക്കൂട്ടത്തിൽ കസ്റ്റംസും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു ഇക്കോസിസ്റ്റം വളരെ ശക്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതാണ് ഇത്തരം ആൾക്കാർ കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. പലപ്പോഴും ഇപ്പൊ റെയ്ഡ് നടത്തുമ്പോൾ ലോക്കൽ പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് കേരളത്തിലെ ലോക്കൽ പോലീസിൽ ഇവർക്ക് വളരെ കൃത്യമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ആ ബന്ധങ്ങളിലൂടെ ഇവരുടെ ഏത് റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തയും മുൻകൂട്ടി ചോരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ കേരളം ഏത് രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ദേശീയ തലത്തിൽ ലഷ്കർ ഇ തയ്യബ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഇത്തരം പ്രവർത്തികൾ, ഇത്തരം ഭീകര പ്രവർത്തികൾ. അത് കേരളത്തിലും നടപ്പാക്കാൻ അവർക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്
കൊടുക്കാതിരുന്ന ആളിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 29 കേരളം ആകെ NIA റെയ്ഡ് നടന്നിരുന്നു. ഇതൊരു തുടർച്ചയായ പരിപാടിയാണ്. ഈ ജനുവരി 29 ഉള്ളത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അതിനുശേഷവും നടന്നിരുന്നതായിട്ടാണ് ഞാൻ ഹിന്ദി മാധ്യമങ്ങളിൽ, ചില വടക്കേന്ത്യ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലും അതുപോലെ പോഡ്കാസ്റ്റുകളിലുമൊക്കെ ഫെബ്രുവരി ആദ്യ വാരത്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു ഫെബ്രുവരി 7-ാം തീയതി 9-ാം തീയതി എന്തോ ആണ് നടന്നത്, ഒരു വലിയ റെയ്ഡ് നടന്നിരുന്നതായിട്ട് വാർത്തകൾ വന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. എന്തായാലും ശരി, ഈ കഴിഞ്ഞ ദിവസവും കേരളത്തിൽ വലിയ ശക്തമായ പോലീസ് നീക്കമുണ്ടായി എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസജനകവുമാണ്. കാരണം കേരളത്തിലെ സമാധാനം തകർക്കാൻ എത്തിയിരിക്കുന്ന ശക്തികളെ കണ്ടെത്താൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ആ അർത്ഥത്തിൽ നമുക്ക് അഭിമാനകരവുമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു നീക്കം അഭിനന്ദനാർഹമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൂടുതൽ ഇത്തരം നീക്കങ്ങളിലേക്ക് പോകുമെന്നും നിർണായകമായ ലീഡുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകൾ കൂടുതൽ ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരെ അത് അറിയിക്കാം. എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ്. കാരണം ഡൽഹിയിലെ പിടിക്കപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ഒക്കെ തന്നെ തകർക്കാനുള്ള തീവ്രവാദ പദ്ധതിയാണ്. മെട്രോ ഉൾപ്പെടെയുള്ള ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലും മെട്രോയും ക്ഷേത്രങ്ങളും ഉൾപ്പെടെയുള്ളവ അവർ ടാർഗറ്റ് ചെയ്താൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ജാഗ്രതയാണ് പ്രധാനം എന്നുള്ളൊരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം.